ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു പുതുവത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. റിയൽമിയുടെ ഈയിടെ ഇറങ്ങിയ റിയൽമി 7 എന്ന് പറയുന്ന ഒരു ഫോണാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചാനൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ മച്ചാൻ്റെ ചാനലാണ് ഫൂക്കോ മീഡിയ എന്ന് പറയുന്നതാണ് ചാനൽ. റിയാക്ഷൻ വീഡിയോയും അതുപോലത്തെ ചെറിയൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പതിയെ കയറി വരുന്ന ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഇട്ടേക്കാം. അവിടെ കയറി നിങ്ങൾക്ക് നേരെ ചാനലിൽ കയറാം. അപ്പം ഒരു അടിപൊളി ചാനലാണ്, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി പുതുതായിട്ട് ഇറക്കിയ ഫോണ്, റിയൽമി 7 എന്ന് പറയുന്നതാണ്. അപ്പം ആദ്യം തന്നെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ കവർ, ഇതിൻ്റെ ഈ ബോക്സ് ആണ്. അപ്പം ആദ്യം ഇറങ്ങുന്ന ടിപ്പിക്കൽ ബോക്സിൽ നിന്ന് യെല്ലോ കളറിൽ നിന്ന് മാറി ഒരു നല്ല ഡിസൈൻ കൊടുത്ത് സൽമാൻ ഖാൻ്റെ ഫോട്ടോയും സൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഫോണും പിടിച്ചിരിക്കുന്ന ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റിയൽമി. ഹേയ് വെൽക്കം ടു റിയൽമി ഫാമിലി. ഇതാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ TPU ട്രാൻസ്പെറൻറ്റ് കവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ മാറ്റി വെക്കാം. ഇത് ക്യുക്ക് ഗൈഡും പിന്നെ സേഫ്റ്റി ഗൈഡുമാണ്. എന്നിട്ട് മാറ്റി വെക്കാം. ഇതെന്ന് വെച്ചാൽ ഗ്രേ കളർ കൂടിയ ഒരു ട്രാൻസ്പെറൻറ്റ് കവറാണ്. സാധാരണ പ്യുവർ വൈറ്റ് അല്ല. ആ സൈഡ് മുകളിൽ ഒരു നീല കളറൊക്കെ കൂടിയൊരു കവറാണ്. ഒരു ഗ്രേ കളർ കൂടിയ കവറാണ്. ഇത് മാറ്റി വെക്കാം. ഇത് നമ്മുടെ സെറ്റാണ്. ഇതൊന്ന് മാറ്റി വെക്കാം പിന്നീട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. പിന്നെ സി പോർട്ട് കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ ഇതിനകത്തുണ്ട്. നമുക്ക് ഊരാം. റിയൽമിയുടെ ഇതുവരെ ഇറങ്ങിയ മൊബൈലിൽ നിന്ന് വേറെ വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ഇത് നൽകിയിരിക്കുന്നത്. റിയൽമി 7 നൽകിയിരിക്കുന്നത് ഡബിൾ ലെയർ ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്ലൈസിംഗ് ആയിട്ടുള്ള ബാക്ക് ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പിന്നെ ഒരു ചേഞ്ച് വന്നേക്ക് എന്താ വെച്ചാൽ ക്യാമറ മൊഡ്യൂൾ ചേഞ്ച് ആണ്. അത് നല്ലൊരു ഡിസൈൻ വർക്ക് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. വലിപ്പം കൂടിയ ഒരു മൊഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ അടിവശത്തോട്ട് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ മറ്റ് റിയൽമിയുടെ ഫോണുകളെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ടൈപ്പ് സി പോർട്ട് ചാർജറും ഓഡിയോ ജാക്ക്, വോയിസ് നോച്ച്, അതുപോലെ സ്പീക്കർ ഗ്രില്ല്, അത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പീക്കർ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ള സൈഡിലോട്ട് വരുമ്പോൾ സൈഡ് മൗണ്ടഡ് ആയ ഒരു ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെയാണ് പവർ ബട്ടൺ. ഇതിന് മുകളിൽ പ്രത്യേകിച്ച് ഒരു വർക്കും ഇല്ല. നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ 6.5 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡിസ്പ്ലേയോട് ചേർന്ന് സൈഡിലോട്ട് ചേർന്ന് ഒരു പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറയും കൊടുത്തിരിക്കുന്നത്. 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്ററും 128 ഹെർട്സ് സാമ്പിളിംഗ് ടച്ച് സാമ്പിളിംഗ് റേറ്റും നൽകിയിരിക്കുന്നതിനാൽ നല്ല രീതിയിലുള്ള ടച്ചിങ് പെർഫോമൻസ് നമുക്ക് ഈ റിയൽമി 7 സാധ്യമാവും. ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി റിയൽമിയുടെ സ്വന്തം ഇന്റർഫേസ് ആയ UI ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. കാർബൺ ഫൈബർ കൂളിംഗ് സിസ്റ്റം നൽകിയിരിക്കുന്നതിനാൽ ഗെയിം കളിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ചൂടാവലൊന്നും ഈ ഫോൺ ഏൽക്കില്ല. ഡബിൾ ബാൻഡ് വൈഫൈ സെറ്റിംഗ്സും അതുപോലെ ബ്ലൂടൂത്തിന്റെ വേർഷൻ 5 ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത് വന്നിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ സ്പ്ലാഷ് പ്രൂഫിന്റെ നല്ല റെയിൻ പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഗോറില്ല 3ന്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. അതുകൊണ്ട് ചെറിയ പോറലും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഏൽക്കില്ല. ഇതിന്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഹീലിയോ G95 എന്ന് പറയുന്ന ഗെയിമിംഗ് പ്രൊസസ്സറാണ്. അപ്പം നല്ല രീതിയിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി പവർ ഇതിന് നൽകുന്നു. 30 വോൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പം ഗെയിം കളിക്കുമ്പോൾ 10-12 മണിക്കൂറെങ്കിലും 14 മണിക്കൂറെങ്കിലും നമുക്ക് തുടർച്ചയായി ഗെയിം കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 10-20 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഫുൾ ചാർജിങ് ആകും. 64 MB പ്രൈമറി ക്യാമറയും 8 MB പോർട്രേറ്റ് ക്യാമറയും മറ്റ് 2 ക്യാമറ 2 MB ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. സെൽഫി ക്യാമറ ഇത് നൽകിയിരിക്കുന്നത് 16 MB ക്യാമറയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിയൽമി 7 പുതിയ അപ്ഡേഷനുകളും പുതിയ കാര്യങ്ങളും അൺബോക്സിംഗ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള സബ്സ്ക്രൈബ് കൂടെ ഞെക്കിക്കും. അപ്പോൾ ഒരു പുതുപുത്തൻ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.